ഹായ് ഫ്രണ്ട്സ്, സെൽഫ് സ്റ്റഡി PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ഇന്ന് നമുക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ 2024 മാർച്ച് പാർട്ട് 3 ആണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. രാജ്യത്തെ ഏതെങ്കിലും ഒരു വിധത്തിൽ കുറ്റകൃത്യം ചെയ്തു മുങ്ങുന്നവരെ കണ്ടെത്താനുള്ള ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സംവിധാനം നഫീസ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരം. 2025-29 ഫിഫ അണ്ടർ-17 ലോകകപ്പ് പതിപ്പുകൾക്ക് വേദിയാകുന്നത് ഖത്തർ. 2025-29 അണ്ടർ-17 വനിതാ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് മൊറോക്കോ. 2024 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് ലാലു അലക്സിന്. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ ഐക്യു എയർ റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം വായുമലിനീകരണം നേരിടുന്ന മൂന്നാമത് രാജ്യം ഇന്ത്യ. മലയാളത്തിൽ ആദ്യമായി 200 കോടി നേടിയ ചിത്രം മാഞ്ഞുമ്മൽ ബോയ്സ്. സംവിധാനം ചിദംബരം. മാർച്ച് 21 ലോക വനദിനം. 2024 അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേയം വനങ്ങളും നവീകരണവും, മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. മാർച്ച് 20 ലോക സന്തോഷ ദിനം, ലോക കുരുവി ദിനം, ലോക തവള ദിനം, ഫ്രഞ്ച് ലാംഗ്വേജ് ഡേ. മാർച്ച് 20 ലോക സന്തോഷ ദിനം, കുരുവി ദിനം, തവള ദിനം, ഫ്രഞ്ച് ലാംഗ്വേജ് ഡേ. 2024 UN ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാമത് ഫിൻലാൻഡ്, രണ്ടാമത് ഡെൻമാർക്ക്, മൂന്നാമത് ഐസ്ലാൻഡ്, ഏറ്റവും പിന്നിൽ അഫ്ഗാനിസ്ഥാൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്യൂലിപ്പ് ഗാർഡൻ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഡ്യൂലിപ്പ് ഗാർഡൻ, ശ്രീനഗർ. രാജ്യത്തെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്ന സ്വകാര്യ റോക്കറ്റ് അഗ്നി ബാൺ ധനുഷ് എന്ന മൊബൈൽ ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നത് അജന്ത ശരത് കമൽ, ടേബിൾ ടെന്നീസ് താരം. ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് മേരി കോം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. 2024 പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയത് കാലിക്കറ്റ് ഹീറോസ്. മാർച്ച് 22 ലോക ജലദിനം. 2024 പ്രമേയം സമാധാനത്തിനായി ജലം. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഗാൽപോ നൽകി ആദരിച്ച രാജ്യം ഭൂട്ടാൻ. ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി. ലോകത്തെ ആദ്യ CNG ബൈക്ക് അവതരിപ്പിക്കുന്നത് ബജാജ്. ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന തെക്കൻ പസഫിക് സമുദ്രത്തിലെ പോയിൻ്റ് നെമോയിൽ എത്തുന്ന ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ, ബ്രിട്ടൻ. ശ്വാസകോശ അർബുദത്തിനെതിരെ ലങ്വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ബ്രിട്ടൻ. ശ്വാസകോശത്തിൽ അർബുദമുണ്ടാക്കുന്ന റെഡ് ഫ്ലാഗ് പ്രോട്ടീനുകളെ വാക്സിനിലെ DNA ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സാക്ഷം. 2025 കാലാവസ്ഥാ ഉച്ചകോടി വേദി ബ്രസീൽ.
മാർച്ച് 23 ഭഗത് സിംഗ് രക്തസാക്ഷിത്വ ദിനം. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയായി മാറിയത് എറണാകുളം. പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ലയും എറണാകുളം തന്നെയാണ്. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. 2024 പ്രമേയം അതെ നമുക്ക് TB അവസാനിപ്പിക്കാം. യെസ് വി ക്യാൻ എൻഡ് TB. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ MTB-വാക് വികസിപ്പിച്ചത് സ്പാനിഷ് നിർമ്മാണ കമ്പനിയായ ബയോഫാബ്രിയാണ്. ക്ഷയരോഗത്തിനെതിരായി ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിനാണ് MTB-വാക്. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ല നടപ്പിലാക്കിയ പദ്ധതി ബന്ധു. ഡൽഹി കൻ്റോൺമെൻറ്റിൽ ഉദ്ഘാടനം ചെയ്ത നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം നൗസേനാ ഭവൻ. നാവികസേനാ മേധാവി R. ഹരികുമാർ. 2024 50ാമത് G7 ഉച്ചകോടി വേദി ഇറ്റലി. 2023 49ാമത് G7 ഉച്ചകോടി വേദി ഹിരോഷിമ, ജപ്പാൻ. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ സൈമൺ ഹാരിസ്. മാർച്ച് 26 ലോക പർപ്പിൾ ദിനം. അപസ്മാര രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി ആചരിക്കുന്നു. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. ഓസ്ട്രേലിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം പാന്തോയി ചാനു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ഗോൾ കീപ്പറാണ്. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പൊൻവാക്ക്. പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930. പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 1930. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് R. ശ്രീജേഷ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ 333 രൂപയിൽ നിന്നുമാണ് പുതുക്കിയ വേതനം 346 ഉയർത്തിയത്. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഹരിയാനയിലാണ് 374 രൂപ. സിക്കിമിലെ 3 പഞ്ചായത്തുകളിലും 374 രൂപയാണ്. അതുപോലെ ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡിലുമാണ്. 234 രൂപയാണ് വേതനം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ്. 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ് ഗമാനെ. ആകാശവാണി തിരുവനന്തപുരം നിലയം എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്? 75ാമത് വാർഷികമാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം ആഘോഷിക്കുന്നത്. പ്രക്ഷേപണം ആരംഭിച്ചത് 1950 ഏപ്രിൽ 1 മുതൽ ആയിരുന്നു. ലോക ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ച 1ാം സ്ഥാനത്തിരുന്ന ഇന്ത്യൻ താരങ്ങൾ എന്ന റെക്കോർഡ് നേടിയത് സ്വാതിക് സായിരാജ് ആൻഡ് ചിരാഗ് റെഡ്ഡി സഖ്യം. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വർക്കല, തിരുവനന്തപുരം. 24 മണിക്കൂർ തുടർച്ചയായി PSC ക്ലാസ് എടുത്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളി പ്രദീപ് മുഖത്തല. നമ്മുടെ സ്വന്തം പ്രദീപ് മുഖത്തല സാറാണ് 24 മണിക്കൂർ തുടർച്ചയായി PSC ക്ലാസ് എടുത്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളി. ഈ ഒരു കാര്യം എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷകരവും അതിലുപരി അഭിമാനകരവുമായൊരു കാര്യമാണ്. കാരണം പ്രദീപ് സാറിൻ്റെ കുറച്ച് ക്ലാസ്സുകളിലെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ വീട്ടിലെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. PSCക്ക് വേണ്ടി പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികളും
ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രദീപ് സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളത്. ആ ഒരു ഭാഗ്യം കുറച്ചു കാലത്തേക്കെങ്കിലും കിട്ടിയതിന് ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. സാറിൻ്റെ ആ ഒരു ടിപ്സും ട്രിക്സും ഒക്കെ ഫോളോ ചെയ്താണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പഠിച്ചു പോകുന്നത്. പ്രദീപ് സാറിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്നും സാറിന് സർവേശ്വരൻ ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു ഫ്രണ്ട്സ്. ടേക്ക് കെയർ.